ആദ്യ അപ്ഡേറ്റ് സൂര്യ അണ്ണന്റെ 47ാമത്തെ സിനിമേന്റെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് കേരളത്തിലാണെന്നാണ് പറഞ്ഞത് ആദ്യമേ. ഇപ്പോൾ കുറച്ച് പെർമിഷൻസിന്റെ കാരണങ്ങൾ കാരണം പടത്തിന്റെ ഷെഡ്യൂൾ അടുത്തത് നമ്മുടെ ചെന്നൈയിലായിരിക്കും. കേൾക്കാൻ സാധിക്കുന്ന പടത്തിന്റെ കഥയ്ക്കൊരു മാറ്റവുമില്ല. ജസ്റ്റ് ആ ഒരു ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് മാറ്റുന്നതേ ഉള്ളൂ. പടത്തിന്റെ കഥയൊക്കെ സെയിം തന്നെയാണ്. പോലീസ് പടം തന്നെയാണ്. എന്തായാലും നമ്മുടെ സൂര്യനന്റെ വരാനിരിക്കുന്ന ഒരു പക്കാ കൊമേഴ്ഷ്യൽ ഐറ്റം തന്നെയാണ് ജിത്തു മാധവന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങാൻ പോകുന്ന സൂര്യ 47. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് ലോകേഷ് കനകരാജ് കേന്ദ്ര കഥാപാത്രം അഭിനയിച്ച് തിയേറ്റർ റിലീസ് വരാൻ പോകുന്ന തമിഴ് സിനിമയാണ് DC എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ വാഗ്മിക ഗവിയാണ് സിനിമയിൽ നായികയുടെ അഭിനയിക്കുന്നത്. നമ്മുടെ ടൊവിനോ തോമസിന്റെ കൂടെ ഗോദ സിനിമയിൽ നായികി. പടം സംവിധാനം ചെയ്യുന്നത് അരുൺ ആയിരിക്കും. പടം റിലീസ് പ്ലാൻ ചെയ്യുന്ന നിലവില് മെയ് മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ആദ്യ വാരമായിട്ടാണ്. എന്തായാലും ഇതൊരു വയലന്റ് ആയ ഒരു ആക്ഷൻ റൊമാൻറ്റിക് സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പടത്തിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അനിരുദ്ധ ആയിരിക്കും. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് DC സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് പടത്തിന്റെ റിലീസിനെ കുറിച്ചുള്ളത്. അടുത്ത അപ്ഡേറ്റ് ഇന്ദ്രൻസിന്റെ ആശാൻ എന്ന സിനിമേന്റെയാണ്. ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് പടം റിലീസ് പ്ലാൻ ചെയ്യുന്നത്. സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് ജോൺ പോൾ ആയിരിക്കും. ജോൺ പോൾ ജോർജ്, നമ്മുടെ ഗപ്പി സിനിമേന്റെ സംവിധായകൻ. എന്തായാലും പടം റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഫെബ്രുവരി മാസം 5-ാം തീയതി ആയിരിക്കും. പടത്തിന്റെ ട്രെയിലർ ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. നല്ലൊരു ഫൺ ഫീൽഡ് ട്രെയിലർ ആയിട്ടാണ് ഈ ഫീൽ ചെയ്യുന്നത് ഇന്ദ്രൻസിന്റെ ആശാൻ എന്ന സിനിമയില്. ജോമോനും നമ്മുടെ ഇന്ദ്രൻസിനോട് അഭിനയിക്കുന്നുണ്ട് കൂടെ തന്നെയായിട്ട്. നമ്മുടെ വിജയ് സേതുപതിന്റെ കൂടെ നായികയായിട്ട് ലിജോ മോൾ വരാൻ പോവുകയാണ്. നമ്മുടെ പൊന്മാൻ സിനിമയിൽ നായികി. പടം സംവിധാനം ചെയ്യാൻ പോകുന്ന ബാലാജി ആയിരിക്കും. പടത്തിന് പേരിട്ടിരിക്കുന്നത് പട്ടാൻ എന്നാണ്. പടം ഒരു പീരിയഡ് ഫിലിം എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് 90s-60s നടക്കുന്ന കഥ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നവിടെ വേറെ ആരും അല്ല, സായി അഭ്യങ്കർ തന്നെയായിരിക്കും. പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അറ്റ്ലീൻ്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനി ആയിരിക്കും. എന്തായാലും നമ്മുടെ ലിജോ മോൾ നോക്കുകയാണെങ്കിൽ തമിഴിലെ നല്ലൊരു സിനിമ തന്നെയായിരുന്നു ജയ്ഭീം സിനിമ. എന്തായാലും അടുത്ത കൊളാബറേഷൻ വന്നിട്ടുണ്ട് വിജയ് സേതുപതി ആയിട്ട്. നമ്മുടെ കമൽ ഹാസന്റെ 237ാമത്തെ സിനിമയെ കുറിച്ചൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. പടം സംവിധാനം ചെയ്യാൻ പോകുന്ന അൻപരവ് മാസ്റ്റേഴ്സ് ആയിരിക്കും. കേൾക്കാൻ സാധിക്കുന്ന സമ്മറിന് സിനിമയുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ്, അതും ഇലക്ഷൻ കഴിഞ്ഞ ശേഷം. എന്തായാലും ഒരു കംപ്ലീറ്റ് ആക്ഷൻ പാക്ഡ് സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല പടം റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഈ വർഷം തന്നെയാണെന്നും കേൾക്കുന്നുണ്ട്. ജെയ്ക്സ് വിജയ് സിനിമയിൽ മ്യൂസിക് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. ഡൂപ്പായിട്ട് സുനിൽ ആയിരിക്കും. എഡിറ്റർ ഷമീർ മുഹമ്മദ് ആയിരിക്കും. എന്തായാലും വലിയ പ്രതീക്ഷകൾ ഉയർത്തിയിട്ടുണ്ട് കമൽ ഹാസന്റെ 237ാമത്തെ സിനിമ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ ഷൂട്ടിനായിട്ട് സമ്മറിന് ഈ വർഷം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ധനുഷിന്റെ വരാൻ പോകുന്ന സിനിമയാണ് ധനുഷിന്റെ 55ാമത് സിനിമ. സിനിമയിൽ നായിക ആരാന്ന് കൺഫേം ആയിട്ടുണ്ട്. ശ്രീലീല ആയിരിക്കും ധനുഷിന്റെ 55ാമത്തെ സിനിമയിൽ നായികയായിട്ട് വരാൻ പോകുന്നത്. സിനിമേന്റെ ഡയറക്ടർ വേറെ ആരുമില്ല, രാജ്കുമാർ പരമസ്വാമിയാണ്. നമ്മുടെ ശിവകാർത്തികേയന്റെ അമരൻ എന്ന് പറഞ്ഞ ഒരു സോൾജർ സിനിമേന്റെ സംവിധായകനാണ്. മ്യൂസിക് വേറെ ആരുമില്ല, സായി അഭ്യങ്കർ തന്നെയാണ്. പടത്തിന് ഷൂട്ട് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. എന്തായാലും സായി അഭ്യങ്കറിന്റെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു കഴിഞ്ഞ പോസ്റ്ററിൽ വന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നായികയുടെ അപ്ഡേറ്റ് തന്നെയാണ് ശ്രീലീലന്റെ. കാത്തിരിക്കാൻ നമുക്ക് ധനുഷിന്റെ 55ാമത്തെ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ടൊവിനോ തോമസ്, അതുപോലെ തന്നെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, റിയാസ് ഷിബു എന്നിവർ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അതിരടി എന്ന് പറഞ്ഞ സിനിമ. മെയ് മാസം 14-ാം തീയതിയാണ് ഈ വർഷം റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അരുൺ അനിരുദ്ധനാണ് സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. മ്യൂസിക് വിഷ്ണു വിജയാണ്. എന്തായാലും പടത്തിന്റെ നമ്മുടെ വിനീത് ശ്രീനിവാസിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ബേസിൽ ജോസഫ് പ്രൊഡക്ഷൻ കമ്പനി, അതുപോലെ തന്നെ നമ്മുടെ അനന്തുവിന്റെ എന്റർടൈൻമെന്റ്സും കൂടി നിർമ്മിക്കുന്ന സിനിമയും കൂടിയാണ് അതിരടി എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും വിക്കിഡ് പോസ്റ്റർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പേര് വ്യക്തമല്ല ഇതില്. ഇനി വരാൻ പോകുന്ന സൂര്യണ്ണന്റെ സിനിമയാണ് കറുപ്പ് എന്ന് പറഞ്ഞൊരു കൊമേഴ്ഷ്യൽ സിനിമ. നമ്മുടെ RJ ബാലാജിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അടിപൊളി കുഞ്ഞു റിവ്യൂ സിനിമേന്റെ മ്യൂസിക് ഡയറക്ടറായ നമ്മുടെ സായി അഭ്യങ്കർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജ്, ട്വിറ്റർ പേജിലൂടെ ഒരു പോസ്റ്റാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളി പടം കണ്ടു കംപ്ലീറ്റ് ആയിട്ട് ഫൈനൽ ഔട്ട്പുട്ട്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നത് ഇത് കാണാനുള്ള മുതലുണ്ട്, കാത്തിരിക്കാനുള്ള മുതലുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും പുള്ളിന്റെ പ്രൊജക്റ്റാണ്, പുള്ളി പോസിറ്റീവ് പറയത്തുള്ളൂ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. ഏപ്രിൽ മാസം എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഈ മാസ് എന്റർടൈനർ ആയ കറുപ്പ് സിനിമന്റെ റിലീസ്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ റിലീസിന്റെ ഏപ്രിൽ മാസം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.